ഹായ് എവരി വൺ, വെൽക്കം ടു മാറ്റ്നി ലൈവ് ബോക്സ് ഓഫീസ്. ഈ ആഴ്ച റിലീസാകാൻ പോകുന്ന പുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോളോ, ഡേവിഡ് എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായ ബിജോയ് നമ്പ്യാർ ഒരുക്കുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് പോർ. കാളിദാസ് ജയറാം, അർജുൻ ദാസ്, സഞ്ജന നടരാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി സീരീസ് ഗേറ്റ്വേ പിക്ചേഴ്സും ചേർന്നാണ്. ഒരു കോളേജിലെ വിവിധ ബാച്ചുകൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം രണ്ട് ഉറ്റ സുഹൃത്തുക്കൾക്കിടയിലുണ്ടാകുന്ന വഴക്കുകളും മത്സരങ്ങളുമാണ് ഈ ചിത്രത്തിലെ പ്രധാന വിഷയം. അത് വളരെ ത്രില്ലിംഗ് ആയി തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജിംഷി ഖാലിദാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ സംഗീതം ചെയ്തിരിക്കുന്നത് ധ്രുവ് വിശ്വന്താണ്. മാർച്ച് 1 ചിത്രം റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ ആണ്. ഹക്കീം ഷായെ കേന്ദ്ര കഥാപാത്രമാക്കി ബോധി, ശശികുമാർ മാമ്പാട്, സജിൻ മാമ്പാട് എന്നിവർ തിരക്കഥ എഴുതി സജിൻ മാമ്പാട് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കടകൻ. ജസിൻ ജസീലാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഖലീൽ ഹമീദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിലെ പാട്ടുകൾ ഒരുക്കിയിരിക്കുന്നത് മലയാളത്തിലെ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഗോപി സുന്ദറാണ്. രാജമാണിക്യം, ചന്ദ്രോത്സവം എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ മലയാളത്തിന് മികച്ച വില്ലൻ കഥാപാത്രങ്ങൾ സമ്മാനിച്ച രഞ്ജിത്ത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് മലയാളത്തിലേക്ക് ഈ ചിത്രത്തിലൂടെ. ഇവരെ കൂടാതെ ഹരിശ്രീ അശോകൻ, ജാഫർ ഇടുക്കി, ഗീതി സംഗീത, മണികണ്ഠൻ എന്നൊരു വൻ താരനിര തന്നെ അണിനിരക്കുന്ന ഈ ചിത്രം റിലീസ് ചെയ്യുന്നത് മാർച്ച് 1 എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ജയ ജോസ്രാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടി മീന കേന്ദ്ര കഥാപാത്രമാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ആനന്ദപുരം ഡയറീസ്. ശശിഗോപാലൻ നായർ, സത്യകുമാർ പി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് സജിത്ത് പുരുഷനാണ്. ശ്രീകാന്ത്, മനോജ് കെ ജയൻ, ജാഫർ ഇടുക്കി, മാല പാർവതി തുടങ്ങിയ ഒട്ടേറെ താരങ്ങളുള്ള ഈ ചിത്രത്തിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച ഷാൻ റഹ്മാനാണ്. ഒരു ഫീൽ ഗുഡ് മൂവിയാണിതെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാർച്ച് 1 ചിത്രം റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. എന്തായാലും ബോക്സ് ഓഫീസ് കോമ്പറ്റീഷൻ്റെ കാര്യം മറക്കണ്ട. ഈ ആഴ്ച പറഞ്ഞ ഏതെങ്കിലും ഒരു മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടപ്പെടാനുള്ള 3 കാരണങ്ങൾ നിങ്ങൾ ബോക്സ് ഓഫീസ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന 3 ഭാഗ്യശാലികൾക്ക് നിങ്ങൾ കാണാത്ത ഒരു സിനിമയുടെ ടിക്കറ്റ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ വേഗമായിക്കോട്ടെ. ഏതായാലും പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച ബോക്സ് ഓഫീസിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ വിജയ് അനന്തു സൈനിങ് ഓഫ്.